ഓം നമോ നാരായണായ. നാരായണീയം ദശകം 3, ശ്ലോകം 3. കൃപാതേ ജാതാ ചേത് കിമിവ നഹി ലഭ്യം തനുഭൃതാം മദീയ ക്ലേശോഖ പ്രശമന ദശാനാമ കിയതി ന കേ ലോകേസ്മിൻ അനിശമയി ശോകാഭിരഹിതാ ഭവദ്ഭക്താ മുക്താ സുഖഗതിം അസക്താ വിദദതേ. ഗുരുവായൂരപ്പ, അവിടുത്തെ കാരുണ്യമുണ്ടെങ്കിൽ ശരീരമെടുത്ത ജീവികൾക്ക് എന്താണ് അസാധ്യമായിട്ടുള്ളത്? ഈശ്വര കൃപ ലഭിച്ചവന് എന്തും നേടാവുന്നതാണ്. അങ്ങയുടെ കൃപ എന്നിലുണ്ടായാൽ എൻ്റെ രോഗങ്ങളെ ശമിപ്പിക്കാൻ വല്ല പ്രയാസവുമുണ്ടോ? ഹേ ഭഗവൻ, ഈ ലോകത്ത് നിസ്സംഗരും മുക്തരുമായ എത്രയെത്ര ഭക്തന്മാർ ഒരു ദുഃഖവുമില്ലാതെ പരമാനന്ദമായി കഴിയുന്നുണ്ടല്ലോ. ശ്ലോകം 4. മുനിപ്രൗഢാരൂഢാ ജഗതി ഖലു ഗൂഢാത്മഗതയോ ഭവത്പാദാംബോജസ്മരണവിരിജോ നാരദമുഖാഃ ചരന്തേശസൗര്യം സതത പരിനിർഭാത പരചിത് സദാനന്ദാദ്വൈത പ്രസര പരിമഗ്ന കിമപരം. ജഗദീശ്വരനായ അല്ലയോ ഗുരുവായൂരപ്പ, പ്രസിദ്ധരും ഗൂഢമായി സഞ്ചരിക്കുന്നവരും സംസാരമോചനം നേടിയവരുമായ നാരദാദി മുനിമുഖ്യർ അങ്ങയുടെ ചരണകമലങ്ങളെ സ്മരിച്ചുകൊണ്ട് സദാ ദുഃഖമില്ലാത്തവരായി കഴിയുന്നു. അവർ സച്ചിദാനന്ദ ബ്രഹ്മത്തിൽ ലയിച്ചുകൊണ്ട് ലോകത്തിലെവിടെയും ഇഷ്ടം പോലെ സഞ്ചരിക്കുന്നുണ്ടല്ലോ. ഇതിൽ പരം മറ്റെന്താണ് വേണ്ടത്? അവരുടെ ഭാഗ്യം. നാരദാദി മുനിമാരുടെ പോലുള്ള ഭക്തി തനിക്കും ലഭിക്കുന്നതിനും ഭക്തനായി ജീവിതം സുഖപ്രദമാകണമെന്നും കവി ആഗ്രഹിക്കുന്നതായി ഇവിടെ കാണാം.